ആരാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ലജ്ജിച്ചു പോകാതിരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ ഒരു സ്ഥലത്തും നമ്മൾ ലജ്ജിച്ചു പോകാൻ, നാണിച്ചു പോകുവാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കില്ല. നാം ലജ്ജിച്ചു പോകാതെ നമ്മുടെ തല കുമ്പിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്യണം. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും, എല്ലാ മണ്ഡലങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, ശരണപ്പെടുന്ന, ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി നമ്മൾ മാറണം. നമ്മുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കരുത്. സ്വന്തം കഴിവിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ശക്തിയിലും നമ്മുടെ പണത്തിലും ഒരിക്കലും ഒരിക്കലും ആശ്രയിക്കരുത്. നമുക്കുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നിശ്ചയമായും പറയട്ടെ, ജീവിതത്തിൽ നമ്മൾ ലജ്ജിച്ചു പോകാനിടയാകും. എന്നാൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. അതൊരു പ്രാർത്ഥനയാണ്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ആത്മാർത്ഥമായി ഉയർന്നു വരുന്ന ഒരു പ്രാർത്ഥന. യേശുവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ എന്നിൽ ആശ്രയിക്കില്ല, നിന്നിൽ മാത്രം, യേശുവിൽ മാത്രം, വചനത്തിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകാൻ ഇടയാകരുതേ. യേശുവിൽ ആശ്രയിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ, ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ, ഞാൻ 100% വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, ലജ്ജിപ്പിക്കുവാൻ പലരും വരും, ശത്രു കടന്നു വരും, പലരും കടന്നു വരും. പക്ഷേ നമ്മൾ ലജ്ജിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ജീവിതത്തിൽ ലജ്ജിച്ചു പോകില്ല. രണ്ടാമത്തെ കാര്യം, ആരാണ് ജീവിതത്തിൽ ലജ്ജിച്ചു പോകാതിരിക്കുന്നത്? അവിടെ വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തെ കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ല. പക്ഷെ കാത്തിരിക്കണം, ദൈവത്തിനായി വെയിറ്റ് ചെയ്യണം. നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കിട്ടണമെന്നാണ്. ആഗ്രഹിക്കുമ്പോൾ തന്നെ എല്ലാം കിട്ടണമെന്നാണ്. അങ്ങനെയൊന്നും കിട്ടില്ല. പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് ശക്തരായ ക്രിസ്തുവിന്റെ ഒരു സുവിശേഷകനായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അനേക രോഗികളെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സുഖമാക്കിയ മനുഷ്യനാണ്. അനേക സഭകൾ സ്ഥാപിച്ച ഒരാളാണ്. ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച് അദ്ദേഹം 3 മിഷണറി യാത്രകൾ നടത്തിയ ഒരാളാണ്. ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും അന്ന് ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ ശരീരത്തിൽ ഒരു രോഗം വന്നു. ആ രോഗം നിമിത്തം വല്ലാത്തൊരവസ്ഥയിൽ പൗലോസ് കടന്നുപോയി. പൗലോസ് മറ്റുള്ളവരുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്നെ വിടുവിക്കണമേ, എന്നെ സുഖമാക്കണമേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അദ്ദേഹത്തിന്
സൗഖ്യം കൊടുത്തില്ല. കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ ഒരൊറ്റ വാക്കിൽ, ആ ഒറ്റ സന്ദേശത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറി. ശരീരത്തിൽ രോഗത്തിന്റെ കെടുതികൾ ഉണ്ടെങ്കിലും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ലജ്ജിച്ചു പോകാത്ത ക്രിസ്തുവിന്റെ സാക്ഷിയായി സുവിശേഷവുമായി പൗലോസ് മുന്നോട്ട് പോയി. കർത്താവിനെ കാത്തിരിക്കുന്ന ഒരുത്തനും ജീവിതത്തിൽ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ഉപവാസത്തിൽ ആരല്ല കർത്താവിനെ കാത്തിരിക്കുന്നുവോ അവരൊന്നും ജീവിതത്തിൽ ലജ്ജിച്ചു പോകാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കില്ല. മൂന്നാമത്തെ കാര്യം ആ വാക്യത്തിൽ കാണാൻ കഴിയും. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ല, കർത്താവിനായി കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകില്ല. എന്നാൽ വെറുതെ ദ്രോഹിക്കുന്നവർ അവര് ലജ്ജിച്ചു പോകും. ഞാൻ പറയട്ടെ, നമ്മൾ ആരെയും ദ്രോഹിക്കുന്നവരല്ല, ആരെയും ദ്രോഹിക്കാൻ പോകരുത്. ഇങ്ങോട്ട് ദ്രോഹിക്കാൻ വന്നാലും ഒന്നില്ലെങ്കിലും ഒഴിഞ്ഞു മാറി അങ്ങ് പോയിക്കൊള്ളാം. അവനെ തിരിച്ച് ദോഷം ചെയ്യാനോ ദ്രോഹിക്കാനോ നമ്മൾ പോകരുത്. കാരണം നമ്മൾ കർത്താവിൻ്റെ മനസ്സുള്ളവരാണ്, കർത്താവിൻ്റെ സ്വഭാവമുള്ളവരാണ്. അങ്ങനെ നമ്മൾ തിരിച്ചവനെ ദ്രോഹിക്കാതെ അവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവനൊരു മനസ്താപം ഉണ്ടാവും. എന്നാലും കർത്താവിൻ്റെ കൃപയിലേക്ക് വന്ന് സത്യസന്ധമായി അനുഗ്രഹത്തോടെ ജീവിക്കുന്ന നമ്മളെ ദ്രോഹിക്കുവാൻ പലരും അടുത്തു വരും. നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാവാം, അയൽപക്കത്തു നിന്നുണ്ടാവാം, സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകാം, ബന്ധുക്കളിൽ നിന്നുണ്ടാകാം, നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകാം, നമ്മൾ പഠിക്കുന്ന കലാലയത്തിലുണ്ടാകാം. അവര് ദ്രോഹിച്ചോട്ടെ, അവർ നമ്മളെ തകർക്കാൻ നോക്കിക്കൊള്ളട്ടെ. നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ക്രിസ്തുവാകുന്ന ഉറച്ച പാറമേൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെല്ലാം ദ്രോഹിക്കാൻ വന്നാലും നമ്മൾ ലജ്ജിച്ചു പോകില്ല, ദൈവമക്കൾ ലജ്ജിച്ചു പോകില്ല. എന്നാൽ ആ ദ്രോഹിക്കുന്നവർ അവര് ലജ്ജിച്ചു പോകും, അവർ ഓടിപ്പോകേണ്ടി വരും. അതാണ് സത്യം. പിന്നെയും അദ്ദേഹം ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ, അഭയമണഞ്ഞിരിക്കയാൽ, ആശ്രയിച്ചിരിക്കയാൽ, യേശുവേ നിന്നിൽ തന്നെ എൻ്റെ ആശ്രയവും ആയിരിക്കയാൽ ഞാൻ ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുതേ. ബൈബിളിൽ ഇങ്ങനെ ഒരു മനോഹരമായ വാക്യമുണ്ട്, സങ്കീർത്തനത്തിൽ തന്നെയുള്ള വാക്യമാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഏതാണ് ആ മുഖം? യേശുവിന്റെ മുഖത്തേക്ക് അത്ഭുത പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, തേജസ് വാരി ഉടുത്തിരിക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് ആര് നോക്കുന്നുവോ, ആരാശ്രയിക്കുന്നുവോ, ആരഭയമണയുന്നുവോ അവർ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കില്ല.